Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഫുഡ് കഴിച്ചോ മിസ്? ഫുഡ് കഴിച്ചു. നിങ്ങൾ ഫുഡ് കഴിച്ചോ? കഴിച്ചു മിസ്. കഴിച്ചു മിസ്. ഓണത്തിന്റെ പർച്ചേസ് ഒക്കെ തുടങ്ങിയോ? കഴിഞ്ഞു മിസ്. കഴിഞ്ഞില്ലേ? അവിടെ ഫങ്ഷൻസ് ഒന്നും ഇല്ല മാം? ഓണത്തിന്റെ ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്. 3-ാം തീയതിയാണ്, മറ്റന്നാ ബുധനാഴ്ച ഓണം സെലിബ്രേഷൻ. ഓക്കെ ഓക്കെ. മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ? ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പോ നിങ്ങൾ ആ പേജ് ഒന്ന് റീഡ് ചെയ്തിട്ട് ആദ്യം പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് അത് തുടങ്ങിയാണ് എടുക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ജോബ് കാർഡിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തന്നായിരുന്നോ? ഇല്ല അല്ലേ? ഓക്കെ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
ഒരു പേജ് മാത്രം മതി കേട്ടോ, ആ ഒരു പേജ് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ജോബ് കാർഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ജോബ് കാർഡ് എന്ന് നമുക്ക് എഴുതാം. എന്താണ്, വാട്ട് ഈസ് ജോബ് കാർഡ്? ഇതിനകത്ത് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു ജോബ് കാർഡിനെ കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് വേണം എന്താണെന്ന്. അപ്പൊ അതിനെ കുറിച്ച് എഴുതിക്കോളൂ കേട്ടോ. വാട്ട് ഈസ് ജോബ് കാർഡ്? ഹെഡിങ് കൊടുക്കുക, വാട്ട് ഈസ് ജോബ് കാർഡ്. എക്സ്പ്ലനേഷൻ എഴുതാം കേട്ടോ. ഇൻ എ ഹോസ്പിറ്റൽ, job card means a written record that clearly describes the duties, responsibilities and task of each staff member. ഒന്നും കൂടി പറയാം. In a hospital, a job card means a written record that clearly describes the duties, responsibilities and task of each staff member. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാ, എന്നിട്ട് അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. It helps in smooth functioning, especially during routine work, emergencies, or disaster situations. ഒന്നും കൂടി പറയാട്ടോ ഞാൻ. In a hospital, a job card means a written record that clearly describes the duties, responsibilities and the task of each staff member. It helps in smooth functioning, especially during routine work, emergencies or disaster situation. എഴുതിയോ? എഴുതിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഈ ജോബ് കാർഡിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാകും ജോബ് കാർഡിൽ. അതായത് എംപ്ലോയിയുടെ നെയിം ഉണ്ടാകും, അതുപോലെ അവരുടെ ഡെസിഗ്നേഷൻ, അവർ ഡോക്ടർ ആണോ നഴ്സ് ആണോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണോ ഹെൽപ്പർ ആണോ അങ്ങനെയുള്ള ഡെസിഗ്നേഷൻ ഉണ്ടാകും. പിന്നെ അവർ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ICU ആണോ, OPD ആണോ, എമർജൻസി ആണോ, ഫാർമസി ആണോ, അങ്ങനെ അവർ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അവരുടെ വർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. ഓക്കെ, അവരുടെ ജോലി എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പിന്നെ അവരുടെ വർക്കിന്റെ ടൈം ഉണ്ടാകും. അങ്ങനെയുള്ള പിന്നെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും, അതായത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ പാലിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഡിസാസ്റ്റർ വരുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്,
അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തിലുണ്ടാകും, ഈ ജോബ് കാർഡിൽ അടക്കിയിട്ടുണ്ടാകും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ജോബ് കാർഡ് എന്താണെന്ന്. ഓക്കെ, അപ്പോ ജോബ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടി കാർഡാണ്. അതായത് ഒരു എംപ്ലോയി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അവരുടെ ഡീറ്റെയിൽസ്, അങ്ങനെ സകല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു റെക്കോർഡിനെയാണ് ജോബ് കാർഡ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവനക്കാരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ എമർജൻസിയിൽ സ്റ്റാഫുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. ഓക്കെ, അപ്പോ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ്. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട്, ICS. ICS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. അപ്പൊ അതിന്റെ ചാർട്ട് അനുസരിച്ച്, അതായത് ഓരോ വ്യക്തികളുടെയും പൊസിഷൻസ് ഈ ഒരു ജോബ് കാർഡിൽ അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഒരു വ്യക്തി ചെയ്യേണ്ട ജോലി എന്താണെന്ന് മെയിൻ ആയിട്ടും ജോബ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, കോംപ്രഹെൻസീവ് സ്റ്റോർഡ് സേഫ്റ്റി ഇൻ ഡിസാസ്റ്റർ മാനുവൽ, കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. അതായത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ജോലികളായിരിക്കും ഉണ്ടാവുക, അല്ലെ? ഡോക്ടർമാർക്ക് ഒരു ജോലി, നഴ്സുമാർക്ക് ഒരു ജോലി, അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ജോലികൾ ഉണ്ടാകാം. അപ്പോ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളർ കോഡ് കൊടുത്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഡോക്ടറിന് ഒരു പ്രത്യേക കളറിലുള്ള കോഡായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ നഴ്സിന് ഒരു പ്രത്യേക കളറിലുള്ള കോഡായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ കളർ കോഡഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. മാത്രമല്ല അത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇൻ ഓൾ ഏരിയാസ് റിലേറ്റഡ് വിത്ത് ദ എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ. അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയകളിലും അല്ലെങ്കിൽ എമർജൻസി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാ ഏരിയകളിലും എന്തുണ്ടാകും? ജോബ് കാർഡ് ഉണ്ടാകും. അതായത് എല്ലാത്തരം വ്യക്തികൾക്കും ജോബ് കാർഡ് കൊടുത്തിട്ടുണ്ടാവും. നാലാമത്തെ പോയിന്റ്, ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ കീ ഇൻഡിവിജ്വൽസ്. എന്താണ് അവിടെ പറയുന്നത്? അതായത് അതായത് വ്യക്തികൾക്ക് എന്താ പറയാ, ഓരോരുത്തർക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ ജോലികൾ എന്താണെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ. വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഓരോ ആളുകൾക്കും എന്താണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. കളർ കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. അതായത് സ്റ്റാഫുകളുടെ പൊസിഷൻ അനുസരിച്ച് അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരേ കളർ ആയിരിക്കില്ല ജോബ് കാർഡിൽ ഉള്ളത്, വ്യത്യസ്ത നിറങ്ങളിലായിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ജോബ് കാർഡ്. ഓക്കെ, ഞാൻ ഇതിനേക്കാൾ, അതായത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള നോട്ടായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുക. ആണോ? ശരിയാണോ? അപ്പൊ അത് നോക്കിയാൽ മതി കേട്ടോ. എന്താണ് ജോബ് കാർഡ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. The next one, plan activation of different areas of hospital. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഹോസ്പിറ്റലിന്റെ പല ഏരിയകളിലും പ്ലാൻ ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. അതായത് എവിടേക്കാണ് ഇപ്പൊ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് എവിടേക്കാണ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, അതും ആശുപത്രിയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയസിലാണ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അത് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നമുക്ക് നോക്കാം. കമാൻഡ് സെന്റർ ആണ്. കമാൻഡ് സെന്റർ എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, എല്ലാവിധ നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവിധ നിർദ്ദേശങ്ങളും സ്റ്റാഫിനായാലും അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ, അതായത് പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട എന്താ പറയുക ഡിസിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണത് ഈ കമാൻഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോ അവിടെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ കമാൻഡ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ നടത്തുന്ന ഒരു ഭാഗത്തെയാണ് നമ്മള് കമാൻഡ് സെന്റർ എന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻ ഓഫീസ്. കമ്മ്യൂണിക്കേഷൻ ഓഫീസ് അഥവാ പേജിംഗ് അല്ലെങ്കിൽ ഹോട്ട്ലൈൻ ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയാം നമുക്ക്. അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. അതിനകത്ത് പേജിംഗ് എന്ന് പറയുന്നത്, അതായത് ഒരു പൊതുവായി എല്ലാവരും കേൾക്കുന്ന രീതിയിൽ അറിയിപ്പ് നൽകുന്നതിനെയാണ് പേജിംഗ് എന്ന് പറയാം.
കമ്മ്യൂണിക്കേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രധാനമായിട്ടും ആശയവിനിമയമാണ് അല്ലെ, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് സഹായിക്കുന്ന ഒന്നാണ് എന്ത്, പേജിംഗ് എന്ന് പറയുന്നത്. അതായത് കോമൺ ആയിട്ട് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ അറിയിപ്പ് നൽകുക. അങ്ങനെ അറിയിപ്പ് നൽകുന്നതിന് എന്ത് സംവിധാനമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഹോസ്പിറ്റലില്. മൈക്ക് അല്ലേ, സ്പീക്കർ ഉപയോഗിക്കാം, ലൗഡ് സ്പീക്കർ അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ കേൾക്കുന്ന ഒന്നാണ്. എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകം പറയുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചിട്ടാണ് ആളുകൾ അറിയിപ്പ് നൽകുന്നത്. ദാറ്റ് ഈസ് പേജിംഗ്. ഓക്കെ, അത് ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, അല്ലാതെയും. ഇപ്പൊ നമ്മൾ ടോക്കൺ എടുക്കാൻ ചെല്ലുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കാണണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ കാര്യം പറയാം അല്ലെ, അവിടെയൊക്കെ സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏർലി മോർണിംഗ് തന്നെ പോകണ്ടേ? പോകണോ? നിങ്ങൾ പറയൂ, ഏർലി മോർണിംഗ് പോണോ? ഏർലി മോർണിംഗ്, യെസ് ഓർ നോ? യെസ് അല്ലെ. അതായത് അവിടെ 7 മണിക്കാണ് ടോക്കൺ കൊടുക്കുന്നതെങ്കിൽ കൂടിയും എന്താണ്, നമ്മള് നേരത്തെ തന്നെ, ചില സ്ഥലത്തൊക്കെ 6 മണിക്ക് ടോക്കൺ കൊടുക്കാം. ഓക്കെ, അതായത് ഓരോ ഹോസ്പിറ്റലിലും ഓരോ വിധമാണ്. അപ്പൊ ആ ടോക്കൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ തലേ ദിവസം ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് നമ്മൾ 3 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്നാലാണ് നമ്മൾക്ക് അവിടെ എത്താനായിട്ട് സാധിക്കുക. അപ്പൊ മെഡിക്കൽ കോളേജൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ പ്രത്യേക ടോക്കൺ, അതായത് ചിലപ്പോൾ 60 ടോക്കണോ അല്ലെങ്കിൽ ഒരു 30 ടോക്കണൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ന്യൂറോളജിസ്റ്റിനെ കാണാനായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം നോക്കുന്നത് 60 ടോക്കൺ ആയിരിക്കും ഒരു ദിവസം. അപ്പൊ 60 ടോക്കണിലൂടെ 60 ടോക്കൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ന്യൂറോളജി ടോക്കൺ ഇവിടെ തീർന്നു, എല്ലാവർക്കും അറിയിപ്പ് നൽകുന്നു എന്ന് പറയും അല്ലെ. അപ്പോ ജനറൽ ആയിട്ട്, പൊതുവായിട്ട് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ അറിയിപ്പ് നൽകുന്നതിനെയാണ് പേജിംഗ് എന്ന് പറയുന്നത്. ലൗഡ് സ്പീക്കർ വഴിയാണ് ഇത് അറിയിക്കുക. ഓക്കെ, ക്ലിയർ ആണോ പേജിംഗ്? ഓക്കെ ആണോ? ഓക്കെ, ദെൻ അടുത്തത് ഹോട്ട്ലൈൻ ഏരിയ എന്ന് പറഞ്ഞാല് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള ഫോൺ സംവിധാനത്തെയാണ് നമ്മൾ ഹോട്ട്ലൈൻ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേക കാര്യങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഫോൺ സംവിധാനമാണത് ഹോട്ട്ലൈൻ ഏരിയ. അതായത് ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. പെട്ടെന്നൊരു സഡൻ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റുമായിട്ട് ഇപ്പൊ ഒരു പേഷ്യന്റ് വരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അടിയന്തര പരിചരണം കൊടുക്കണം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ കണക്ട് ചെയ്യണം. അപ്പോ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഫോൺ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയാ ഒരു ഫോണുകൾ കൈകാര്യം ചെയ്യുന്ന ഏരിയയെ നമുക്ക് ഹോട്ട്ലൈൻ ഏരിയ എന്ന് പറയാം. ഓക്കെ, പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ഫോൺ അല്ലെങ്കിൽ ആ ഒരു ഏരിയ. ഓക്കെ, ദാറ്റ് ഈസ് ഹോട്ട്ലൈൻ ഏരിയ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ആണ്. അതായത് എല്ലാ ഫോൺ കോളുകളും നിയന്ത്രിക്കുന്ന ഒരു ഏരിയയാണ് ടെലിഫോൺ എക്സ്ചേഞ്ച് കേട്ടോ. ഒരു സെക്കൻഡേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹോട്ട്ലൈൻ ഏരിയ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള ഫോൺ സംവിധാനമാണ്. എന്നാല് എല്ലാ ഫോൺ കോളുകളും നിയന്ത്രിക്കുന്ന ഒരു ഏരിയ ആയിട്ട് ഹോസ്പിറ്റലില് അതിനെ ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നാണ് പറയുക. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് സെക്യൂരിറ്റി ഓഫീസാണ്. സെക്യൂരിറ്റി ഓഫീസ് സുരക്ഷാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ട്
അല്ലെ? അതായത് ഇപ്പൊ മെയിൻ എൻട്രൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ആവശ്യത്തിന് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പോലീസ് പിക്കറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി അല്ലെങ്കിൽ ഇപ്പൊ VIP-കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കേസ് ഹോസ്പിറ്റലിൽ വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മള് വാർത്തകളിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കാണാറുള്ള പുഴയിൽ ചാടി മരിച്ചു അല്ലെങ്കിൽ തീപിടുത്തത്തിൽ മരിച്ചു അങ്ങനെയുള്ള കേസുകളൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ജനക്കൂട്ടാണ് ഉണ്ടാവുക. അപ്പൊ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഉണ്ടാകും അല്ലെ? നിങ്ങൾ കാണാറില്ലേ? ന്യൂസിലൊക്കെ കാണാറില്ലേ? ഉണ്ടല്ലേ? നമ്മൾ റീസെന്റ് ആയിട്ട് മറ്റേ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോ ജനക്കൂട്ടം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പോലീസ് പിക്കറ്റ് ഉണ്ടാവും. അതായത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സ്ഥലം ഉണ്ടാകും അവരെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ആളുകളെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ദാറ്റ് ഈസ് പോലീസ് പിക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയ, അതായത് മെയിൻ റിസപ്ഷനിലും അതുപോലെ തന്നെ ട്രയേജ് ഏരിയയിലും ഈ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ആക്കും. Then decontamination area is needed. Decontamination area പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഡീകണ്ടാമിനേഷൻ ഏരിയ? എന്താണ് ഡീകണ്ടാമിനേഷൻ ഏരിയ? ഒന്ന് കമന്റ് ചെയ്തേ. ഡീകണ്ടാമിനേഷൻ ഏരിയ എന്താ? അതൊന്ന് നോക്കിട്ടോ, നോട്ട് എഴുതി വെച്ചത് നോക്കുക. അപ്പൊ എന്താണെന്ന് മനസ്സിലാവും. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഒരിക്കല്. റെസ്ട്രിക്റ്റഡ് ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ ആവശ്യമെങ്കിൽ പ്ലാൻ നടപ്പിലാക്കാം. അതുപോലെ തന്നെ മൈനർ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏരിയാസിൽ പ്ലാൻ നടപ്പിലാക്കാം. അക്യൂട്ട് കെയർ ഏരിയ എന്ന് പറഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്ലാൻ നടപ്പിലാക്കാം. പിന്നെ ഡെഫിനിറ്റീവ് കെയർ ഏരിയാസ്, അത് ഓപ്പറേഷൻ തിയേറ്ററുകളിലും വാർഡുകളിലൊക്കെ ഈ പ്ലാൻ നടപ്പിലാക്കാം. Then intensive treatment areas and activation of high dependency unit, അതായത് ചില HDU എന്ന് പറയും. ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ICU-വിനേക്കാൾ കുറവ് പരിചരണം ആവശ്യമുള്ളതും എന്നാൽ വാർഡിനേക്കാൾ കൂടുതൽ പരിചരണം ആവശ്യമുള്ളതുമായിട്ടുള്ള രോഗികളെ കിടത്തുന്ന യൂണിറ്റ് ആണത് ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പറയുന്നത്. ICU-ൽ തന്നെ വരുന്നതാണ്. ICU-ന്റെ കാറ്റഗറിയില് ഈ ഒരു HDU നമുക്ക് പറയാറുണ്ട്, ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള രോഗികൾ എന്ന് പറയുന്നത് ICU-വിനേക്കാൾ കുറഞ്ഞ പരിചരണവും എന്നാൽ വാർഡിനേക്കാൾ കൂടുതൽ പരിചരണവും ആവശ്യമായിട്ടുള്ള രോഗികളാണ്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഏരിയകൾ എന്ത് നടപ്പിലാക്കാറുണ്ട്? പ്ലാൻ ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. ദെൻ മോർച്ചറി. ഓക്കെ അല്ലെ? അത് നമുക്കറിയാം, മോർച്ചറിയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. Then holding area for relatives non injured, അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ പരിക്കുകൾ ഇല്ലാത്ത പേഷ്യൻസിനൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഏരിയ, അവിടെയും പ്ലാൻ നടപ്പിലാക്കാറുണ്ട്. Then area for holding media briefings, അതായത് മീഡിയക്ക് വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടാവാറുണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിൽ. മീഡിയസ് വരാറില്ലേ ഹോസ്പിറ്റലുകളിൽ? അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു ഏരിയ കൊടുക്കാറുണ്ടോ? യെസ്, അവിടെയും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാറുണ്ട്. 13th point, area for keeping patients in case a part of the hospital is evacuated. അതുപോലെ തന്നെ ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഉള്ള താൽക്കാലിക സ്ഥലത്തും എന്ത് ചെയ്യാറുണ്ട്? പ്ലാൻ നടപ്പിലാക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും, അതായത് 13 സ്ഥലങ്ങളിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ പ്ലാൻ ആക്ടിവേറ്റേഷൻ നടക്കുന്നത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ജോബ് കാർഡ് എന്താണെന്ന് നോക്കി, പ്ലാൻ ആക്ടിവേഷൻ നോക്കി. അത് പോയിന്റ് മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ പേജിങ് ചോദിക്കാം. പേജിങ് എന്താണെന്ന് ചോദിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. വാട്ട് ഈസ് പേജിങ് എന്ന് ചോദിക്കാം. ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. എമർജൻസി സമയങ്ങളിൽ ബെഡ് കപ്പാസിറ്റി കൂട്ടുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അതായത് നമ്മൾ നേരിടുന്ന വളരെ വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ബെഡ് അറേഞ്ച്മെന്റ് ആണ്.
അതായത് ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ വരുന്ന സമയത്തൊക്കെ ബെഡുകൾ ഇല്ലാത്തതിന്റെ കുറവ് മൂലം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ബെഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു രോഗിയെ നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കുക, അല്ലെ? അപ്പോ ആ ബെഡ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടി, അതും ഡിസാസ്റ്റർ സമയത്ത് ബെഡ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് എലക്ടീവ് കേസസ്. അതായത് എലക്ടീവ് കേസസ് ഡിസ്ചാർജ് ചെയ്യുക. അതായത് നമുക്ക് എന്താ പറയുക, ആവശ്യമില്ലാത്ത ഒരു രോഗിയെ പിടിച്ചു കിടത്താനായിട്ട് പാടില്ല. ഓക്കെ, ഇപ്പൊ രോഗം പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ എമർജൻസി വരുന്ന സമയത്ത്, അതായത് ഇങ്ങനെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് നടക്കുന്ന സമയത്തൊക്കെ ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കുള്ളൂ. അപ്പൊ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യുക. അപ്പൊ അവിടെ ബെഡുകള് ബാക്കി വരും, അല്ലെ? ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാം? നമുക്ക് ഇത്തരത്തില് ഡിസാസ്റ്റർ, അതായത് ഈ ഒരു ദുരന്തം നേരിടുന്നവർക്ക് ആ ബെഡുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്. അതുപോലെ തന്നെ റിക്കവർ ആയി വന്നിട്ടുള്ള, അതായത് അവർ വന്നതിനേക്കാളും കുറച്ച് ഭേദമായിട്ടുള്ള റിക്കവർ ആയിട്ടുള്ള പേഷ്യൻസിനെയും എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ് സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. നമ്മള് ഹോസ്പിറ്റലിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എല്ലാ ഹോസ്പിറ്റലും അല്ല, എല്ലാ ഡോക്ടേഴ്സും അല്ല ഞാൻ പറയുന്നത്. ചില ഹോസ്പിറ്റലുകളിൽ ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ആവശ്യമില്ലാതെ നോൺ എമർജന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. കാണാറുണ്ടോ നിങ്ങൾ? ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചെന്നു, നമ്മൾ മരുന്ന് കഴിച്ചു, നമ്മൾക്ക് അസുഖം മാറിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോ അവരെന്ത് പറയും? അഡ്മിറ്റ് ആവാനായിട്ട് പറയും, അല്ലെ? പ്രൈവറ്റ് ഹോസ്പിറ്റലില് പറയില്ലേ? കേട്ടിട്ടില്ല? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? പറയൂ, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ടെൻഡൻസി ഇവിടെ അവോയ്ഡ് ചെയ്യണം. നോൺ എമർജന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, നാലാമത്തെ പോയിന്റ് ചേഞ്ച് വെയിറ്റിംഗ് നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻടു മേക്ക് ഷിഫ്റ്റ് വാർഡ്സ്. അപ്പോ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ഒരു ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വാർഡുകളൊക്കെ എന്താകാം? തിങ്ങി നിറയാം, അല്ലെ? നിറച്ച ആളുകൾ വാർഡിലാവാം. അപ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല? വാർഡിൽ രോഗിയെ കിടത്താനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? വെയിറ്റിംഗ് ഏരിയ, അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ ഏരിയ, അതൊക്കെ വാർഡുകളാക്കി മാറ്റുക. ഓക്കെ, അവിടെയൊക്കെ ബെഡ് കൊണ്ടുവച്ച് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വാർഡുകളായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഏരിയ എന്ത് ചെയ്യണം? വാർഡുകളായിട്ട് മാറ്റുക. ഓക്കെ, അടുത്ത പോയിന്റ് പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ആൻഡ് ലൈസൺ. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അറിവുകൾ കൊടുക്കുക. പബ്ലിക് ഇൻഫർമേഷൻ, അതായത് ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ഒരു ആശുപത്രിയെ കുറിച്ച്, അവിടെയുള്ള വിവരങ്ങളെ കുറിച്ചിട്ട് പൊതുവായിട്ട്, അതായത് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുക. Last point, planning for security of hospitals in emergency situation. Hospital security ഉറപ്പുവരുത്തുക. ഓക്കെ, ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്, discharge stable recovering patients, and stop admitting non-emergency patients, change waiting non-patient care areas into makeshift wards, planning of public information and license, planning for security of hospitals in emergency situation. ഇനി അടുത്തത് നിങ്ങൾ നോക്കിയേ, ലോജിസ്റ്റിക്സ് പ്ലാനിങ് ആണ്. അതൊന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ആ പേജ് ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്യൂ.
വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യണേ. ഓക്കെ, ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ വരുന്നത് പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. അതായത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക ഹോസ്പിറ്റലിനകത്തേക്കും ഹോസ്പിറ്റലിന് പുറത്തേക്കും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഹോസ്പിറ്റലിനുള്ളിലും അതുപോലെ ഹോസ്പിറ്റലിന് പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് റെഡിയാക്കുക. രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ടു ആൻഡ് ഫ്രം ദ സൈറ്റ് അതർ ഹോസ്പിറ്റൽസ്. അതായത് ഹോസ്പിറ്റലിനുള്ളിലുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് പുറത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ. അതായത് ചില പേഷ്യൻസിനെ വാർഡുകളിൽ നിന്ന് ICUയിലേക്ക് ആക്കാം, അതൊരു ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലെ. ഇനി ചില പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതും ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, അത്തരത്തിലുള്ള പ്ലാനിങ് നടത്തുക. സ്റ്റോർസ് പ്ലാനിങ് ആണ്. സ്റ്റോർസ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് സ്റ്റോറുകൾ നമുക്ക് ആവശ്യമാണ് അല്ലെ. അതായത് ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് കൂടുതലായിട്ട് ആളുകളുള്ള സമയമാണ്. അപ്പൊ കൂടുതൽ എക്യുപ്മെന്റുകൾ ആവശ്യമായിട്ട് വരാം, മെഡിസിൻസ് ആവശ്യമായിട്ട് വരാം. അപ്പൊ ഇത്തരത്തിലുള്ള എന്താ പറയാ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് സ്റ്റോറുകൾ അവൈലബിൾ ആകണം. അതിന്റെ പ്ലാനിങ്ങിനെയാണ് സ്റ്റോർസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ പ്ലാനിങ് ആണ്. പേഴ്സണൽ പ്ലാനിങ് എന്ന് പറയുന്നത് വ്യക്തികൾ തന്നെ നടത്തുന്ന പ്ലാനിങ്ങിനെയാണ്. അത് മെഡിക്കൽ ഉണ്ട്, നോൺ മെഡിക്കൽ ഉണ്ട്. അത് വിശദമായിട്ട് നമുക്ക് താഴേക്ക് നോക്കാം എന്താണ് അതിനകത്ത് പറയുന്നതെന്ന്. പേഴ്സണൽ പ്ലാനിങ്ങില് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ. ഓക്കെ, അതിനകത്ത് മെഡിക്കൽ സ്റ്റാഫ് അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് അവിടെ പറയുന്നത്. മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, പാരാ ആൻഡ് preclinical disciplines and standby staff should be ready for service in the control room command center. അതായത് മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ അവര് ക്ലിനിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാകാം, അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാകാം. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കണം. ഓക്കെ, ചിലപ്പോൾ അവർക്ക് കമാൻഡ് സെന്ററിലായിരിക്കാം ജോലി ഉള്ളത്, അല്ലെങ്കിൽ കൺട്രോൾ റൂമിലായിരിക്കാം. അപ്പൊ എന്താണോ അവർക്ക് ജോലി കൊടുക്കുന്നത് അത് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് മെഡിക്കൽ സ്റ്റാഫ് കേട്ടോ. രണ്ടാമത്തേത് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ആണ്. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് should be liable to prepare a list of nursing staff
who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. അതായത് നഴ്സിംഗ് സ്റ്റാഫില് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, നഴ്സിംഗ് സ്റ്റാഫുകളുടെ ഒരു ചാർട്ട് റെഡിയാക്കേണ്ടത്. ഈ ചാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, അതായത് ഏതൊക്കെ നഴ്സുമാരാണ് എന്തൊക്കെ ജോലികളാണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നഴ്സിംഗ് സൂപ്രണ്ട് ആ ചാർട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ഇനി നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണം കുറവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ നിന്നും സ്റ്റാഫുകളെ വലിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് അതായത് ആ ഒരു നഴ്സിംഗ് സൂപ്രണ്ട് തയ്യാറാക്കിയ ലിസ്റ്റില് 10 നഴ്സുമാരെ ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ 10 നഴ്സുമാരുടെ സേവനം അവിടെ പോരാ, കൂടുതൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ കൂടുതൽ നഴ്സുമാരെ വേണമെങ്കിൽ നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ അതായത് ഹോസ്പിറ്റലിന്റെ മറ്റു പല ഭാഗത്തു നിന്നുള്ള നഴ്സുമാരെ ഇതിലോട്ട് വലിക്കാം. നമുക്ക് ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പൊ ആ ചുമതല നഴ്സിംഗ് സൂപ്രണ്ടിനാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് ആൻസിലറി സ്റ്റാഫ് ആണ്. ആൻസിലറി മെഡിക്കൽ സർവീസ്, അതായത് ആൻസിലറി മെഡിക്കൽ സർവീസ് എന്ന് പറയുന്നത് സഹായ അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നൽകുന്ന മറ്റ് സ്റ്റാഫുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് ആൻഡ് ഓൾസോ അതർ ഹോസ്പിറ്റൽ സർവീസ്, എക്സാമ്പിൾ ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോർസ്, ഫാർമസി, കിച്ചൺ എക്സെട്ര ഷുഡ് ബി അവൈലബിൾ. ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഈ ആൻസിലറി സ്റ്റാഫുകളും എന്ത് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻസിലറി സ്റ്റാഫുകളിൽ പെട്ട ആളുകളാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളുകള്, ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകള്, ബ്ലഡ് ബാങ്കില്, അതുപോലെ തന്നെ ഹൗസ് കീപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകള്, സാനിറ്റേഷൻ, സ്റ്റോർ, ഫാർമസി, കിച്ചൺ, ഇത്തരത്തിലുള്ള എല്ലാ ആളുകളും ഈ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് മെയിൻ ആളുകളുമായിട്ട് സഹകരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വളണ്ടിയേഴ്സ് ആണ്. ദ റോൾ വിച്ച് വളണ്ടിയേഴ്സ് വിൽ അസ്യൂം during the time of a disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. അതായത് വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളണ്ടിയേഴ്സ് മീനിങ് എന്താ? വളണ്ടിയേഴ്സ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ വളണ്ടിയേഴ്സ് എന്താണെന്ന്. കമന്റ് ചെയ്തേ, വളണ്ടിയേഴ്സ് മീനിങ് എന്താ? കൺട്രോൾ ചെയ്യാനാണ്. സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയൂ അല്ലെ, എന്തിനു റെഡി ആയിട്ട് നിൽക്കുന്നവര് അല്ലെ, വളണ്ടിയേഴ്സ് അല്ലേ നമ്മളെ സഹായത്തിനായിട്ട് എത്തുന്നത്. എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെ, അതിനകത്ത് നാട്ടുകാർ വിടും അല്ലെ, കുറെ ആളുകൾ വരാം അതിനകത്ത് അല്ലെ. ഓക്കെ, ഇപ്പൊ വളണ്ടിയേഴ്സ് നമുക്ക് നോക്കാം എന്താണെന്ന്. സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ സന്നദ്ധ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ. ഡിസാസ്റ്റർ സമയത്ത് the role which volunteers will assume during the time of disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. ഡിസാസ്റ്റർ സമയത്ത് ചെയ്യേണ്ട ചുമതലകൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തില് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ആളുകളെ നമുക്ക് വളണ്ടിയേഴ്സ് എന്ന് വിളിക്കാം. ഈ വളണ്ടിയേഴ്സിന് എന്ത് ചെയ്തിരിക്കണം? നേരത്തെ തന്നെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ചിലർക്ക് പരിശീലനം കിട്ടിയിരിക്കാം. ഓക്കെ, ചില ആളുകൾ ഇതിനു വേണ്ടി തന്നെ, അതായത് ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരെന്ത് ചെയ്യാറുണ്ട്? ഇതിനു വേണ്ടി പരിശീലനം എടുക്കാറുണ്ട്. ചിലവര് പൈസ പോലും വാങ്ങിക്കാറില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് സീനിയർ സ്റ്റാഫിന്റെ മേൽനോട്ടത്തിലായിരിക്കണം. അപ്പോ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാകും, അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള വളണ്ടിയേഴ്സിനെ പരിശീലിപ്പിക്കേണ്ടത്. ഓക്കെ, ഇപ്പോ വളണ്ടിയേഴ്സിന്റെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാല് അവര് ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ കൈയും കാലും ഒടുക്കിയിരിക്കുവാണ്. അപ്പൊ അദ്ദേഹത്തിനെ വളരെ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം നമ്മുടെ സ്ട്രെച്ചറിലേക്ക് പാസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പോ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വ്യക്തിയെ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെച്ചറിലേക്ക് മാറ്റാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വളണ്ടിയേഴ്സ് ആവശ്യം. ഓക്കെ, the next one reserve staff ആണ്. Hospital must be identify physicians, nurses and retired എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിൽ അങ്ങനെയാണോ കിടക്കുന്നത്? റിട്ടയർഡ്
റിട്ടയർഡ് എന്നാണോ? RETACRED എന്ന് കിടക്കുന്നത് കണ്ടോ അവിടെ? ഒന്ന് നോക്കിയേ. അങ്ങനെയാണ് കിടക്കുന്നത്. റിട്ടയർഡ് എന്നാണ് കേട്ടോ. റിട്ടയർഡ് എന്ന് മാറ്റിയത് RETIRED. 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 Okay. Retired hospital workers or who have changed careers work outside of healthcare services or now work in areas other than direct patient care. അതായത് ഈ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഹോസ്പിറ്റലുകള് റിസർവ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. റിസർവ് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് അതായത് ഫിസീഷ്യൻസ് അല്ലെങ്കിൽ നഴ്സസ്, അതായത് റിട്ടയർഡ് ആയിട്ടുള്ള മുൻപ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ആളുകള്, മുൻപ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നവര്, എന്നാൽ ഇപ്പോഴും ആ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകള്, അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഡിസാസ്റ്റർ സമയത്ത് ഹോസ്പിറ്റലുകാരെ വിളിക്കാം. അത് ഫിസിഷ്യൻസ് ആവാം, നഴ്സുമാരാകാം, അല്ലെങ്കിൽ മറ്റു ഹെൽത്ത് വർക്കേഴ്സ് ആകാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ വിളിക്കുന്നതിലൂടെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റ് കെയർ, അതായത് എപ്പോഴും ചിലപ്പോൾ കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല, എന്നാൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത് അവരുടെ ആവശ്യം ഹോസ്പിറ്റലിന് സർവീസ് ആയിട്ട് മാറുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ സബ് പോയിന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാണ് എന്ത്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് ഞാൻ പറയട്ടെ, ഇതിന്റെ തുടക്കത്തിൽ കുറച്ച് നമുക്ക് ബോറിംഗ് ആയിട്ട് അനുഭവപ്പെടും. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം ഇങ്ങനെ പാരാവാരം പോലെ പറയുന്നതായത് ചിലപ്പോ ഒരു അന്തവും കുന്തവും ഉണ്ടാവില്ല. ഇത് എത്തുന്നത് എന്താണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പക്ഷെ ഇതിന്റെ മെയിൻ ലാസ്റ്റത്തെ ഭാഗമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും കേട്ടോ. ഓക്കെ, ഇപ്പൊ ബോറടിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇങ്ങനത്തെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? സത്യം പറയണേ. ഉണ്ടല്ലേ? കുറച്ച് ബോറടിയാണ് കേട്ടോ. കുഴപ്പമില്ല, അത്ര രസകരമല്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ ഫേസ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡിസാസ്റ്റർ നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഫേസിൽ ദുരന്തം നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിസാസ്റ്റർ ഫേസില് ഡിസാസ്റ്റർ ആക്ടിവേഷൻ ആണ്. ഡിസാസ്റ്റർ ആക്ടിവേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റില് ആൾട്ടർ എന്നാണോ കൊടുത്തിരിക്കുന്നത്? ആൾട്ടർ എന്നാണോ കൊടുത്തിരിക്കുന്നത്? ആൾട്ടർ അല്ല, അലേർട്ട് ആണ് കേട്ടോ. അലേർട്ട് ആണ്. അത് മാറ്റുക, അലേർട്ട് ആക്കി മാറ്റുക കേട്ടോ. അലേർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഫേസ് ആണ്. ജാഗ്രത പാലിക്കുക അല്ലെങ്കിൽ എന്താ പറയാ, അലേർട്ട് പാലിക്കുക, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അലേർട്ട് ആൻഡ് മൊബിലൈസേഷൻ ഫേസിൽ പ്ലാൻസ് ഫോർ അലേർട്ടിംഗ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി, സ്റ്റാഫ്, അതർ ഫെസിലിറ്റീസ്, ഫോൺസ്, പേജിംഗ് ആൻഡ് മൊബിലൈസിംഗ് റിസോഴ്സസ് ടു സ്യൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസ്. ഓക്കെ, അതായത് ഈ ഒരു ഡിസാസ്റ്റർ ഫേസില് ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ഇൻഫോർമേഷൻ ലഭിച്ചതിന് പിന്നാലെ ആശുപത്രിയിൽ എല്ലാ വിഭാഗങ്ങളെയും അലേർട്ട് ചെയ്ത് ആവശ്യമായ ആളുകളെയും റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് സ്റ്റാഫ് വരാം, മെഡിസിൻ വരാം, എക്യുപ്മെന്റ് വരാം, സപ്പോർട്ട് സർവീസ് വരാം, ഇവരെ മൊബിലൈസ് ചെയ്ത് ഡിസാസ്റ്റർ പ്ലാൻ പ്രവർത്തിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഒരു ഡിസാസ്റ്റർ നടക്കുന്നു അല്ലെങ്കിൽ നടന്നു എന്നതിന് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടിയതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? അതിന് പിന്നാലെ തന്നെ ആശുപത്രിയിലെ എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഇതിലേക്കായിട്ട് അലേർട്ട് ചെയ്യണം.
എന്നിട്ട് എന്ത് ചെയ്യണം? ആവശ്യമായിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അല്ലെ, റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റാഫ് വരും, മെഡിസിൻസ് വരും, എക്യുപ്മെന്റ് വരും, സപ്പോർട്ട് സർവീസ് വരും. ഇവരെയൊക്കെ മൊബിലൈസ് ചെയ്ത് ഡിസാസ്റ്റർ പ്ലാൻ റെഡിയാക്കണം. ദാറ്റ് ഈസ് ഡിസാസ്റ്റർ ഫേസ്. അപ്പൊ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുന്നു. ഒരു ഹോസ്പിറ്റലിൽ ഒരു ദുരന്തം നടക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഇൻഫോർമേഷൻ പോവുകയാണ്, എന്നിട്ട് അവരെ അലേർട്ട് ചെയ്യിപ്പിക്കുന്നു. പിന്നെ എല്ലാ തരത്തിലുള്ള റിസോഴ്സസും അവിടെ ലഭ്യമാകുന്നു. ദാറ്റ് ഈസ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലേ. നെക്സ്റ്റ് വൺ, ഇൻസിഡന്റ് കമാൻഡർ. എന്താണ് ഇൻസിഡന്റ് കമാൻഡറിൽ പറയുന്നത് നോക്കാം. Incident commander, an incident commander who must be free to command and coordinate the overall disaster response must be appointed by hospital administration, example an emergency department physician with the emergency medical service. അതായത് ഡിസാസ്റ്റർ റെസ്പോൺസിന്റെ മുഴുവൻ നിയന്ത്രണവും ഏകോപനവും നടത്തുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓവറോൾ കൺട്രോളും അതിന്റെ ഓവറോൾ കോർഡിനേഷനും നടത്തുന്ന വ്യക്തിയുടെ പേരെന്താ? എന്താ പേര് അദ്ദേഹത്തിന്റെ? ഓവറോൾ കൺട്രോൾ ആൻഡ് ഓവറോൾ കോർഡിനേഷൻ. ആരാ? ഏത് വ്യക്തിയാ? ഇൻസിഡന്റ് കമാൻഡർ. ഇദ്ദേഹമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ വ്യക്തിയെ നിയമിക്കുന്നത് ആരാണ്? അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റിയാണ് കേട്ടോ. ഇൻസിഡന്റ് കമാൻഡറെ നിയമിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രീ ടു കമാൻഡ് ആൻഡ് കോർഡിനേറ്റ്. അതിന്റെ അർത്ഥം എന്താ? ഫ്രീ ടു കമാൻഡ് ആൻഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാല് അതായത് ഈ ഇൻസിഡന്റ് കമാൻഡർ ഡിസാസ്റ്റർ സമയത്ത് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് അദ്ദേഹത്തിന് കൊടുക്കാതെ മുഴുവൻ ശ്രദ്ധയും കമാൻഡ് ആൻഡ് കോർഡിനേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ഒരു ജോലി ഹോസ്പിറ്റലിൽ ഉണ്ടാകും, പക്ഷെ ആ ജോലി അദ്ദേഹത്തിന് കൊടുക്കാതെ ഈ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോർഡിനേഷനും കൺട്രോളും ചെയ്യേണ്ടത് ആരാണ്? ഇദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന് മറ്റു ജോലികളിൽ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ജോലിയിൽ ശ്രദ്ധിക്കേണ്ടതില്ല. ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ ഒരു ഇൻസിഡന്റ് കമാൻഡ് ചെയ്താൽ മതിയാകും. ദാറ്റ് ഈസ് ഫ്രീ ടു കമാൻഡ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാധാരണയായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന സീനിയർ ഡോക്ടർ, ഇവരെ ആയിരിക്കും ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട് നിയമിക്കുന്നത്. ഓക്കെ, അപ്പൊ ആരെയാണ് ഇൻസിഡന്റ് കമാൻഡർ ആക്കുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡോക്ടർ. അപ്പൊ അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻസിഡന്റ് കമാൻഡറിനെ കുറിച്ച് വ്യക്തമായോ? ഓക്കെ, ഇൻസിഡന്റ് കമാൻഡർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്ത നമുക്ക് നോക്കാം ഇൻസിഡന്റ് സ്റ്റാഫ്. ഓക്കെ, ഇൻസിഡന്റ് സ്റ്റാഫില് ഒന്നാമത്തെ പോയിന്റില് ദ പർപ്പസ് ഓഫ് ദ ഇൻസിഡന്റ് സ്റ്റാഫ് കംപ്രൈസ്ഡ് ഓഫ് കമാൻഡ് ആൻഡ് ജനറൽ സ്റ്റാഫ് ഈസ് ടു പ്രൊവൈഡിംഗ് ദ ഹോസ്പിറ്റൽ IC വിത്ത് ഇനഫ് manpower to meet all his or her responsibilities in conducting the disaster relief operation. അതായത് ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ദുരന്ത സമയത്ത് ഇൻസിഡന്റ് കമാൻഡറെ സഹായിക്കാൻ രൂപീകരിക്കുന്ന പ്രത്യേക സംഘമാണ്. അപ്പൊ ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരാളല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാളല്ല, അതിനകത്ത് പല വ്യക്തികളും വരാം. ഒരു പ്രത്യേക സംഘത്തെയാണ് ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ആരെയാണ് ഇദ്ദേഹം സഹായിക്കേണ്ടത്? ആരെ സഹായിക്കാനാണ് ഇൻസിഡന്റ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ആരെ സഹായിക്കാനാ? ഇൻസിഡന്റ് കമാൻഡറെ. നമ്മള് കമാൻഡറെ പഠിച്ചില്ലേ?
ഇൻസിഡന്റ് കമാൻഡറെ നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചു. അപ്പൊ ഒരു ദുരന്ത സമയത്ത് ഇൻസിഡന്റ് കമാൻഡർക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെ? കാരണം ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അദ്ദേഹത്തിന് മാത്രം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്ന സംഘത്തെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഇൻസിഡന്റ് സ്റ്റാഫില് രണ്ട് തരം സ്റ്റാഫുകളാണ് ഉള്ളത്. ഒന്ന് കമാൻഡ് സ്റ്റാഫ്, രണ്ട് ജനറൽ സ്റ്റാഫ്. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിച്ചോ നിങ്ങള്? ഇൻസിഡന്റ് സ്റ്റാഫ് കംപ്രൈസ്ഡ് ഓഫ് കമാൻഡ് ആൻഡ് ജനറൽ സ്റ്റാഫ്. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു സംഘമാണ്. അതിനകത്ത് തന്നെ രണ്ട് തരം സ്റ്റാഫുകളാണ് ഉള്ളത്. ഒന്ന് കമാൻഡ് സ്റ്റാഫ്, മറ്റൊന്ന് ജനറൽ സ്റ്റാഫ്. ക്ലിയർ ആണല്ലോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, ഓക്കെ. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാം. ഈ കമാൻഡ് സ്റ്റാഫും ജനറൽ സ്റ്റാഫും എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് കമാൻഡ് സ്റ്റാഫിൽ വരുന്ന ആളുകളാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഴ്സൺസ്, അത്തരത്തിലുള്ള ജോലികൾ ഏൽപ്പിക്കുന്ന സ്റ്റാഫുകള്. അതുപോലെ തന്നെ പബ്ലിക് ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുന്ന ആളുകൾ, അവരൊക്കെ കമാൻഡ് സ്റ്റാഫുകളാണ് കേട്ടോ. കമാൻഡ് സ്റ്റാഫുകളുടെ ജോലി ഒന്ന് സേഫ്റ്റി, മറ്റൊന്ന് പബ്ലിക് റിലേഷൻ ആണ്. ഇനി അതുപോലെ തന്നെ ജനറൽ സ്റ്റാഫിൽ വരുന്നവരുടെ ജോലി എന്ന് പറഞ്ഞാല് ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ജനറൽ സ്റ്റാഫുകളാണ്. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് കമാൻഡറെ സഹായിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റാഫുകളുടെ ദൗത്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ബി പോയിന്റ് നോക്കി, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. എ സ്റ്റാഫ് കംപ്രൈസിംഗ് ദ 7 പൊസിഷൻ മോസ്റ്റ് ആപ്റ്റ് ഫോർ എ മീഡിയം സൈസ് ഡിസാസ്റ്റർ. അതായത് 7 പൊസിഷൻസിലായിട്ടാണ് ഇൻസിഡന്റ് സ്റ്റാഫുകളെ നിയമിക്കുക. ഒന്നെന്ന് പറഞ്ഞാൽ പ്ലാനിങ്, 2 ലോജിസ്റ്റിക്സ്, 3 ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ. ഓക്കെ, അപ്പൊ ഇത്രയും പൊസിഷൻസ് ആണ് ഇൻസിഡന്റ് സ്റ്റാഫുകൾക്കുള്ളത്. അത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തതിലോട്ട് പൊയ്ക്കോട്ടെ. ഓക്കെ അല്ലേ? ആ, ഇനി അടുത്തത് നിങ്ങളൊന്ന് റീഡ് ചെയ്തേ. ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ആ പേജില്, അത് മാത്രം ഒന്ന് റീഡ് ചെയ്തേ പെട്ടെന്ന്.
ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എല്ലാവരും വായിച്ചെന്ന് വിചാരിക്കുന്നു. അത് കൂടുതൽ കുറച്ച് പറയാനുണ്ട്. എങ്ങനെയാണ് പ്ലാൻ ആക്ടിവേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദുരന്ത സമയത്ത് ഹോസ്പിറ്റലിൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയില്ലേ? ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മാം ജോബ് കാർഡ്സ് ഒന്ന് പറയാവോ? അന്ന് ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാ കയറിയതാ. അതായത് ജോബ് കാർഡ്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഡ്യൂട്ടി കാർഡാണ്, ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് സ്റ്റാഫുകളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്താണ്, അവർ ചെയ്യേണ്ട ജോലികൾ എന്താണെന്ന് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവരുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള അവരുടെ നെയിം, അതുപോലെ അവരുടെ ഡെസിഗ്നേഷൻ, ഡ്യൂട്ടി അവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇത് കളർ കോഡഡ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതായത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് സ്റ്റാഫുകളൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും ഈ ജോബ് കാർഡിൽ ഉണ്ടാവും. അവരുടെ പൊസിഷൻ അനുസരിച്ച് കളർ കോഡ് ആക്കി ലാമിനേറ്റ് എടുത്തിട്ടായിരിക്കും ഇത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ജോബ് കാർഡ് അനുസരിച്ചിട്ടാണ് അതിനകത്ത് നിർദ്ദേശങ്ങൾ പ്രകാരമാണ് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒന്ന് റെക്കോർഡ് കാണാം കേട്ടോ. നീതു, അതിനകത്ത് ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ മാം, ICS എന്ന് പറയുമ്പോൾ ഫുൾ ഫോം എന്താ മിസ് വരുന്നത്? ICS എന്ന് പറയുമ്പോൾ കമാൻഡ് സിസ്റ്റം, ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, വായിച്ചു മനസ്സിലാക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു മാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവരും ഓണം ഒക്കെ അടിച്ചു പൊളിക്കും കേട്ടോ. താങ്ക് യു. താങ്ക് യു.